കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അരുവിക്കരയിലെ ആമസോൺ കാട്. ഇവിടെ മിക്കവാറും അനോക്കൊണ്ട കാണും. അടുത്തതായിട്ട് ഇവിടെയായിട്ടൊരു കുളമുണ്ട്. അതിൽ ഫുള്ളും വേസ്റ്റ് വെള്ളമാണ്. അത് എനിക്ക് തോന്നുന്നത് കൊതുകിനെ വളർത്താനാണ്. ഗായ്സ്, ഈ റൈഡ് മൊത്തം ഇതില്ല. അങ്ങനെയാണ് ആ സ്ലൈഡ് ഇരിക്കുന്ന സ്ഥലം കണ്ട ഗായ്സ്, അതും ഒരു കാട്ടിലാണ്. അവിടെ ചിലപ്പോൾ പാമ്പൊക്കെ കാണാം. അകലെ തന്നെ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ എച്ചിനൊരു ഇരുട്ടി കഴിഞ്ഞാൽ എങ്ങനത്തെ ആയിരിക്കും ഈ പാർക്കിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. പേരിടണമെങ്കിൽ ആരും സ്നേക്ക് പാർക്ക് എന്ന് വിടണം, എന്നിട്ട് കോമയിട്ടിട്ട് ഗോസ്റ്റ് പാർക്ക് എന്ന് വിടണം. നിങ്ങളിപ്പോൾ കാണുന്നത് 90 വയസ്സ് പ്രായമുള്ള അരുവിക്കര ഡാമാണ്. ഇതിൻ്റെ അടുത്തായിട്ടുള്ള കിഡ്സ് പാർക്കിലേക്കാണ് ഞാനിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ ആയിട്ട് ആദ്യമായിട്ട് ഇവിടെ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഒരു പൊടി ഒരു ഇല്ല. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ പേര് ശിവ പാർക്ക് എന്നാണ് ഗായ്സ്. നമ്മൾ ശിവ പാർക്കിലേക്ക് കടക്കുകയാണ് ഗായ്സ്. പുറമേ കണ്ടതുപോലെയല്ല ശിവ പാർക്ക്. അതിൻ്റെ ഉള്ളിൽ നമ്മളെ തട്ടിടാൻ വേണ്ടി ഫുള്ളും പൊട്ടിച്ചിട്ടേക്കുവാണ് ഗായ്സ്. ഇതാണ് നമുക്ക് മീനുകളെ കാണാൻ പറ്റുന്ന സ്ഥലം. മീനുകളെ കാണാൻ പോകുന്ന സ്ഥലത്ത് ഫുള്ളും കാടാണ് ഗായ്സ്. കണ്ടാൽ തന്നെ പേടിയാവും. ഇവിടെ വല്ല സിംഹവും സ്നേക്കും പട്ടിയും കാണുമ്പോൾ തന്നെ ഒരു ഹൊറർ ഫീലാണ് കിട്ടുന്നത്. അകലെ തന്നെ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ എച്ചിനൊരു ഇരുട്ടി കഴിഞ്ഞാൽ എങ്ങനത്തെ ആയിരിക്കും ഈ പാർക്കിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. പാമ്പുകളെയും പട്ടികളെയും പേടിച്ച് നമുക്ക് ആ ഡാമിന്റെ വെള്ളം ഒഴുകുന്നത് ആസ്വദിക്കാൻ പോകാൻ പറ്റുന്നില്ല ഗായ്സ്. കളിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തായിട്ട് ഒരു ശിവന്റെ പ്രതിമയുണ്ട്. അതൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷെ അതിനകത്ത് വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് ഒട്ടും കാണാൻ കൊള്ളൂല ഗായ്സ്. അടുത്തതായി നമ്മൾ കയറാൻ പോകുന്ന സ്ലൈഡിലേക്കാണ്. ആ സ്ലൈഡ് ഇരിക്കുന്ന സ്ഥലം കണ്ട ഗായ്സ്, അതും ഒരു കാട്ടിലാണ്. അവിടെ ചിലപ്പോൾ പാമ്പൊക്കെ കാണും. നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ കാലിലാണ് ചിലപ്പോൾ ഒരു പാമ്പൊക്കെ കടിക്കും. ഈ സ്ലൈഡിലാണെങ്കിൽ കയറുന്ന ഭാഗത്ത് ഫുള്ളും കാടാണ്. നമ്മൾ അത്ര ഉണ്ട് ഒരു കാട്. 2 ഹോളുണ്ട് ഗായ്സ്, 2 ഹോൾ ഗായ്സ്. അടുത്തതായിട്ട് ഇവിടെയായിട്ടൊരു കുളമുണ്ട്. അതിൽ ഫുള്ളും വേസ്റ്റ് വെള്ളമാണ്. അത് എനിക്ക് തോന്നുന്നത് കൊതുകിനെ വളർത്താനാണ്. എന്നുവെച്ചാൽ ഇവിടെ കൊതുകുകളെ ഇങ്ങനെ ഇട്ട് ആൾക്കാരെ കത്തിപ്പിക്കും. എന്നിട്ട് ആൾക്കാരെ വേഗം അങ്ങ് പറഞ്ഞു കൊടുക്കുക. അതാണ് ഈ പാർക്കിന്റെ ലക്ഷ്യം. ഞാൻ കളിക്കുന്ന ഈ റെഡ് സ്ലൈഡില്ലേ, അതിൽ ശരിക്കും ഒരു വലിയൊരു ഓട്ടം ഉണ്ട്. എന്നിട്ട് അവർ ഡേഞ്ചറിന് ഒരു ബോർഡ് എഴുതിയിട്ടില്ല. ഞാനാണെങ്കിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ കാലൊക്കെ അങ്ങനെയാണ് മുറിഞ്ഞോണ്. ഇച്ചിരി നല്ലോണം വേദനിച്ച് നമുക്ക്. ഇതും ഗായ്സ് കുട്ടികളെ തള്ളിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഗായ്സ്. അതുമല്ലാതെ ഇത് മൊത്തം പൊട്ടിപ്പൊളഞ്ഞിരിക്കും. ഈ സ്ലൈഡാണ് ഗായ്സ് ഇച്ചിരി കഴിഞ്ഞും കൊള്ളാവുന്ന ഒരു സ്ലൈഡ്. അത് ഇരുമ്പായോണ്ടായിരിക്കും ഗായ്സ്. ഈ റൈഡ് മൊത്തം ഇതില്ല. അങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഒന്നുമില്ല ഇരിക്കാൻ. നമുക്ക് കാല് വെക്കാനില്ല അടുത്തെടുത്ത്, കൈ വെക്കാനില്ല അടുത്തെടുത്ത്. നമുക്ക് നമ്മൾ സീറ്റും ഇല്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അരുവിക്കരയിലെ ആമസോൺ കാട്. ഇവിടെ മിക്കവാറും അനോക്കൊണ്ട കാണും. അതുകൊണ്ട് നിങ്ങൾ ആശുപത്രിയിൽ പോകാൻ വേണ്ടി റെഡിയായി വരും. ഇവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. നമുക്കൊന്ന് മുകളിലോട്ട് കയറി വെക്കാം. ഓ ഗായ്സ്, സ്റ്റെപ്പ് എല്ലാം പൊട്ടിപ്പൊളങ്ങിയിരിക്കുകയാണ് ഗായ്സ്. പിന്നെ ഇവിടെ മുകളിലായിട്ട് നല്ല കാടാണ് ഗായ്സ്. നിങ്ങൾക്ക് ആമസോൺ കാട് മുകളിലുമുണ്ട്. ഇത് പണ്ടത്തെ ഒരു വാട്ടർ ഫൗണ്ടൻ ആയിരുന്നു. ഇപ്പൊ ഇത് വെച്ചിരിക്കുന്നത് മഴവെള്ളം കെട്ടി നിർത്താനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സൈഡ് നോക്കൂ ഗായ്സ്, ഇല്ലാണെങ്കിൽ ഒരു പടിയില്ലാതെ കുട്ടികൾ എങ്ങനെ കയറും ഗായ്സ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അരുവിക്കര പാർക്കിന്റെ പ്രേത സിറ്റുവേഷൻസ് ആണ്. അതും രാത്രിയുള്ള വിഷൻസ്. നോക്കൂ ഗായ്സ്, ഹൈമാസ് സൈറ്റിന്റെ ഒരു ലൈറ്റ് ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടും. നിങ്ങൾ കാണുന്നത് നമ്മളെ പ്രേത സിനിമയിലുള്ള സീനുകളാണ്. പേടിയുള്ളത് വേണമെങ്കിൽ ഇപ്പഴേ സ്കിപ്പ് ചെയ്തോ, കാരണം ഇത് നല്ലോണം പേടിപ്പെടുത്തും ഗായ്സ്. സ്ലൈഡുകളിലുള്ള ഒരു ഭാഗത്തും ഒരു ലൈറ്റ് പോലും കത്തുന്നില്ല. ഇത് വിരിയത് വല്ലാത്ത ചതിയത്, ഓർക്കാപ്പുറത്തിന്റെ വല്ലാത്ത ചതിയത്. ഈ പാർക്കിന്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പാർക്കിന്റെ യഥാർത്ഥ പേര് ശിവ പാർക്ക് എന്നാണ്. വൈകുന്നേരം സ്നേക്ക് പാർക്ക് ആവും, രാത്രി നമ്മളുടെ സ്വന്തം ഗോസ്റ്റ് പാർക്ക് ആവുന്നു. ഇത് എന്ത് പേര് വിളിക്കണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. കൺഫ്യൂഷനാണ്. എന്റെ കൺഫ്യൂഷൻ മാറ്റണമേ. ഇതിന്റെ പേരിടണമെങ്കിൽ ആരും സ്നേക്ക് പാർക്ക് എന്ന് വിടണം, എന്നിട്ട് കോമയിട്ടിട്ട് ഗോസ്റ്റ് പാർക്ക് എന്ന് വിടണം.
പോലത്തെ സിറ്റുവേഷൻ ആണ് ഗായ്സ് ഈ പാർക്ക്. ഗായ്സ് മൊത്തം നടന്നിരിക്കുന്ന സ്ഥലത്ത് ഒരു 2 ലൈറ്റ് ഉണ്ട്. ഇവിടെ ആർക്കും പോകാൻ പറ്റാത്തോണ്ടായിരിക്കും ഗായ്സ് അവിടെ 2 ലൈറ്റ് കത്തിയിരിക്കുന്നത്. ഗായ്സ് ഇവിടുന്ന് പാർക്കിംഗ് ഏരിയ കണ്ടിട്ട് ആരും അരുവിക്കര പാർക്കിൽ കയറില്ല. കാരണം ഇത് പാർക്കൊന്നും ഒട്ടും കൊള്ളൂല, കളിക്കാനെന്ന് വെച്ചാൽ ഒട്ടും കൊള്ളൂല ഗായ്സ്. അമ്മാരി കൊള്ളാത്ത പാർക്കാണ് ഗായ്സ്. നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വണ്ടി ഇട്ടാൽ നല്ല സുഖമാണ്. അത്രേ കൊള്ളാവൂ. പാർക്കൊന്നും കൊള്ളൂല, ഒട്ടും കൊള്ളൂല. പൊളിറ്റീഷ്യൻസ് നോക്കുന്നത് റോഡ് ടാറിടാനൊക്കെയാണ്. എല്ലാവരും പാർക്കിനെ കുറിച്ച് മറന്നു. ഈ പാർക്ക് എങ്ങനെയെങ്കിലും നന്നാക്കണം ഗായ്സ്. എന്നാലേ എന്നെ പോലത്തുള്ള ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റൂ. എല്ലാ അച്ഛന്മാരും അമ്മമാരും വൈകുന്നേരമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവര് എന്ത് വിശ്വാസത്തിൽ ഇവരെ കൊണ്ടുവിടും ഗായ്സ്. ഈ പാർക്കിന്റെ കൊള്ളാത്ത അവസ്ഥ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അപ്പൂപ്പനും പ്രധാനമന്ത്രി അപ്പൂപ്പനും ഞാനൊരു കത്തയക്കുന്നു. ഉടനെ തന്നെ ഈ പാർക്ക് നന്നാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം ഞങ്ങളെ പോലുള്ള ഈ കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി മൊബൈൽ അഡിക്റ്റായിട്ടുള്ള കുറെ കുട്ടികൾക്ക് ഈ പാർക്ക് നല്ലതായിരിക്കും. ഈ ഒരു പാർക്ക് ഏറ്റവും നല്ല സ്മാർട്ട് പാർക്കായി മാറ്റുന്നതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു.